ഞാൻ പറയുന്നത് സത്യമാണ് ഫൗസിയ. നീയെങ്കിലും അത് വിശ്വസിക്കൂ. കോൺവെന്റിലായിരുന്നപ്പോ എനിക്കറിയാത്ത രഹസ്യം നിനക്കുണ്ടായിരുന്നില്ല. ഈ ഒരു കാര്യം മാത്രം വിളിക്കുന്നത് കണ്ടപ്പോ എന്തോ എനിക്ക് നിന്നോട് വല്ലാത്തൊരു ദേഷ്യം തോന്നി. സത്യം, ഗുരുവായൂരപ്പനെ തൊട്ട് സത്യം, ഞാൻ ഒളിച്ചതല്ല. ആരാണെന്ന് എനിക്കറിയില്ല. എന്റെ അമ്മയെ നിനക്കറിയാമല്ലോ. എന്തെങ്കിലും ഒന്നറിഞ്ഞാൽ കല്ലൂടാനോ സമയമില്ല. ഒരു കത്തുണ്ട്. സുശീല ചെല്ലപ്പൻ, ഫസ്റ്റ് BDC. സുശീല, വളരെ അത്യാവശ്യമായ ചില കാര്യങ്ങൾ തിരക്കി അറിയുന്നതിന് വേണ്ടി സുശീലയെ എനിക്കൊന്ന് കാണുവാനുണ്ട്. അല്പം തിരക്കായതിനാൽ ഞാൻ 2 ദിവസത്തിനകം വരും. മറ്റു വിശേഷങ്ങൾ പിന്നാലെ. സ്നേഹപൂർവ്വം, ജയരാജ്. ഇതാ ഞങ്ങൾക്കൊരു കത്തുണ്ട്, വേണമെങ്കിൽ വായിച്ചു. ഞങ്ങൾക്ക് ഒളിച്ചുകളിയൊന്നുമില്ല. ഒരു കത്തുകൂടി ഉണ്ട്. ആദ്യത്തേതിന്റെ രസമൊന്ന് തീരട്ടെ എന്ന് കരുതി വെയിറ്റ് ചെയ്തതാ. ആർക്കാ? മിസ് പൂർണിമ കുറുപ്പിന്. ഇത് നിങ്ങളൊക്കെ വായിച്ചോളൂ. ഞാൻ വായിക്കാം. വേണ്ട, ഞാൻ വായിക്കാം. വായിക്കാമോ അതോ? എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാ മതി. ആര് വേണമെങ്കിലും വായിച്ചോളൂ. ചുണങ്ങമ്പനിയിലെ നിന്റെ അമ്മായി ആളൊരു സാഹിത്യകാരിയാണെന്ന് തോന്നുന്നുണ്ടല്ലോ. കുടുംബക്കാരെല്ലാം കൂടെ തിരുവോണത്തിന് തറവാട്ടിൽ കൂടിയതും പെൺപിള്ളേരെല്ലാം പായസം വെച്ചതും പൂർണിമയ്ക്ക് 1ാം സമ്മാനം കിട്ടിയതും അയ്യയ്യയ്യേ, ഒരു രാമായണം തന്നെ ഉണ്ടല്ലോ. ഞങ്ങളെയൊക്കെ വല്ലാത്ത സസ്പെൻസിലിട്ട് കളഞ്ഞല്ലോ. പിന്നെ വാ, ക്ലാസ്സിൽ പോകാം. No nightingale did ever chant, "More welcomes not to weary bands." Solitary repair deals with the effect of the song sung by the lonely girl in the field. Poet compares the melody of the song with the music of the nightingale. In the poet's opinion, it's more pleasant than the welcome notes sung by the nightingale in the Arabian desert. In the contest, the above that is, no nightingale did ever chant "More welcomes notes to weary bands." The poet saw the girl in her field. She was lonely. പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, തിരുവനന്തപുരത്ത് പോലീസുകാർ വിദ്യാർത്ഥികൾക്കെതിരെ നടത്തിയ അതിക്രൂരമായ മർദ്ദനത്തിന്റെ കഥ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. ഈ മർദ്ദനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് കേരളത്തിലെ എല്ലാ കോളേജിലെ വിദ്യാർത്ഥികൾ സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കോളേജിലെ വിദ്യാർത്ഥിനികൾ ക്ലാസുകൾ ബഹിഷ്കരിച്ചുകൊണ്ട് ഈ സമരത്തെ ഒരു വൻപിച്ച വിജയമാക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നു. വിദ്യാർത്ഥി ഐക്യം! 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 വെറുതെ ഒരു നുണ പറയേണ്ടി വന്നു. എന്ത് നുണ? കത്ത് നിന്റെ അമ്മായിയുടേതാണെന്ന്. എനിക്ക് അങ്ങനെ ഒരു അമ്മായി ഇല്ലല്ലോ. നീ തന്നെ വായിച്ചു നോക്ക്.
പൂർണിമ, എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടായിരുന്നെങ്കിൽ നീ ആ കത്ത് ബാത്റൂമിൽ വലിച്ചു കീറിയിടുമായിരുന്നില്ലല്ലോ. നീ എത്ര തന്നെ എന്നിൽ നിന്നും അകലാൻ ശ്രമിച്ചാലും നിന്നെ വിട്ടു പോകാൻ എനിക്കാവുന്നില്ല. നീ എന്റെ പ്രിയപ്പെട്ടവളായി വരണം, വന്നേ പറ്റൂ. സ്നേഹമുള്ള പുരുഷനെ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ മേൽ അവകാശം അധികാരം ഉണ്ടായിരിക്കുമല്ലോ. ആ അധികാരത്തോടെ ഞാൻ പറയുന്നു, നാളെ നീ കോളേജിൽ വരുമ്പോ ചുവന്ന റോസാപ്പൂവും ചൂടി ക്ലാസ്സിൽ വരണം. അത് കാണാനുള്ള കൊതിയോടെ ഞാൻ കാത്തു നിൽക്കും. നിനക്ക് എന്നോട് സ്നേഹമുണ്ടെന്ന് തെളിയുന്നന്ന് നിന്റെ മുന്നിൽ ഞാൻ വരും. ഓടി വന്ന് നിന്നെ ഞാൻ ഉമ്മ വയ്ക്കും. എന്റെ ഹൃദയം നിനക്ക് ഞാൻ സമ്മാനിക്കും. സ്നേഹപൂർവ്വം നിന്റെ പ്രിയപ്പെട്ടത്. ഞാൻ എന്ത് ചെയ്യാനാ ഫൗസി? കത്ത് ഞാൻ വായിച്ചു. നീ എത്രയൊക്കെ ഒളിക്കാൻ ശ്രമിച്ചാലും ഇതിന്റെ പിറകിൽ കുറെ സത്യങ്ങളുണ്ട്. ഞാൻ പറയുന്നൊക്കെ സത്യമാണ്. പ്ലീസ്, നീ എന്നെ വിശ്വസിക്കോ? ഇതാരാണെന്ന് എനിക്കറിയില്ല. പ്രേമത്തിന്റെ കാര്യത്തിൽ ഏതൊരു പെണ്ണിനും ഒരു കൂട്ടുകാരിയുടെ ഉപദേശവും സഹായവും കൂടിയേ തീരൂ. അതുകൊണ്ട് ഞാൻ പറയുന്നു, എന്നെ നീ വിളിക്കാതെ നിനക്ക് എന്ത് സഹായവും ഞാൻ ചെയ്തു തരാം. നീ എന്നെ വിശ്വസിക്കുന്നില്ലേ? എനിക്ക് ആരോടും ഒരു പ്രേമമില്ല. അയ്യോ, എന്റെ അമ്മ അറിഞ്ഞാൽ എന്റെ പഠിത്തം. ഞാനും ഒരു സ്ത്രീയല്ലേ. പ്ലീസ് ഡോണ്ട് ഹൈഡ് തിങ്സ്. പറയൂ, ഈ കത്ത് എഴുതിയത് ആരാണ്? എനിക്കറിയില്ല, എനിക്കറിയില്ല ഫൗസിയ. വേണ്ട, എന്നെ ആരും വിശ്വസിക്കണ്ട. ഞാൻ പോവാ. പൂർണിമ, എടാ പൂർണിമ, നിൽക്കൂ. പൂർണിമ, നിനക്കെന്നോട് സ്നേഹമുണ്ടെന്ന് തെളിയുന്ന അന്ന് നിന്റെ മുന്നിൽ ഞാൻ വരും. ഓടി വന്ന് നിന്നെ ഞാൻ ചുംബിക്കും. എന്താ മോളെ, നീ വല്ല ദുസ്വപ്നം കണ്ടോ? ഞാനൊരു സ്വപ്നം കണ്ടു. എന്താ മോളെ? വെള്ളത്തിൽ വീണ് മരിച്ചെന്ന്. നീ എന്തൊക്കെയായി പറയുന്നത്? മോള് നാമം ജപിച്ചോണ്ട് കിടന്ന് ഉറങ്ങിക്കും.